അറിയാതെയാണെങ്കിൽ പോലും നമ്മൾ പറയുന്ന ചില വാക്കുകൾ മറ്റുള്ളവരുടെ ലൈഫിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. +2 എല്ലാം കഴിഞ്ഞ് ഞാനൊരു കോഴ്സിന് ചേർന്നത്. അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനുള്ള ഫെസിലിറ്റിയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ വാർഡൻ ആണെങ്കിലോ ഒരു സിസ്റ്റർ. അതുകൊണ്ട് തന്നെ രാവിലെയും രാത്രിയും എപ്പോഴും അവിടെ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. പൊതുവേ ആ കന്യാസ്ത്രീയോട് ഞാൻ അധികമൊന്നും സംസാരിക്കാൻ പോകാറില്ലെങ്കിൽ പോലും അത്യാവശ്യമായ ഒരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ തല പോകച്ച് ഞാൻ ഗ്രാമർ എവിടെ ഉപയോഗിക്കണമെന്ന് ആലോചിച്ചത് ആകെ പരീക്ഷകളിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീയോട് പറഞ്ഞപ്പോൾ ചെറിയ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടായി. അതിനെനിക്ക് നല്ല രീതിക്ക് കിട്ടി. അത് പറഞ്ഞതാണെങ്കിലോ കുറേ പേരുടെ മുൻപിൽ നിന്നും. പിന്നീട് ആ സാള് തന്നെ നമുക്ക് ക്ലാസ് എടുക്കാനൊക്കെ വരുമ്പോഴും ഇക്കാര്യങ്ങൾ വീണ്ടും എല്ലാവരുടെയും മുൻപിൽ വെച്ചൊക്കെ പറയാറുണ്ട്. ഇതെനിക്ക് മാത്രമൊന്നുമല്ല, മിക്കവർക്കും ഇത് അയാളുടെ ഇത് കിട്ടിയിട്ടുണ്ട്. വഴക്കൊക്കെ പറയണത് പിള്ളേരുടെ നല്ലതിന് വേണ്ടിയല്ലേ എന്ന് പറയപ്പെടുന്ന ആ കാര്യങ്ങൾ കാരണം ഇപ്പോഴും വേറെ ആളുടെ മുൻപിൽ ഇംഗ്ലീഷ് പറയണമെങ്കിൽ ഞാൻ കുറേ പ്രാവശ്യം എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം എൻ്റെ മനസ്സിൽ ഞാൻ റിപ്പീറ്റ് അടിക്കാറുണ്ട്. വേറൊരാളുടെ ലൈഫിൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കുന്ന രീതിയിലാവരുത് നമ്മുടെ തിരുത്തലുകൾ നടത്തേണ്ടത്. കാരണം ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഒരു ഉപകാരം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കാൻ മാത്രം മതി.